സമ്പാളൂർ തീർത്ഥാടന ദേവാലയത്തിൽ ദേവദാസൻ ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കിയുടെ ദേവദാസൻ പ്രഖ്യാപനത്തിന്റെ പ്രഥമ വാർഷികം ഓഗസ്റ്റ് 8 ശനിയാഴ്ച ആചരിക്കുമെന്ന് വികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ കൃതിനാമിലെ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പാളൂർ പുണ്യഭൂമിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഫാദർ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കി എസ് എന്ന വൈദികനെ കഴിഞ്ഞ വർഷം മദ്രാസിൽ വെച്ച് മധുരാം പ്രൊവിൻസിൽ പോണ്ടിച്ചേരി അതിരൂപതയിൽ ദേവദാസനായി മാർപ്പാപ്പയുടെ അംഗീകാരത്തോടുകൂടി പ്രഖ്യാപിക്കുകയുണ്ടായി. വലിയ ആഘോഷമാണെന്ന് അവിടെ നടന്നത്. എന്നാൽ അവിടെ ആഘോഷം നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ശവകുടീരം കുടികൊള്ളുന്നത് സമ്പാളൂർ പുണ്യഭൂമിയിലാണ്. അന്ന് ആഘോഷത്തിന് അവിടെ പരിപാടി നടക്കുമ്പോൾ അടുത്ത വർഷം കേരളത്തിൽ വെച്ച കോട്ടപ്പുറം രൂപതയിൽ സമ്പാളൂർ പുണ്യഭൂമിയിൽ വെച്ച വാർഷികാഘോഷ പരിപാടികൾ നടത്താമെന്ന് തീരുമാനിക്കുകയായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ശനിയാഴ്ച കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ധാരാളം വൈദികരും അതോടൊപ്പം തന്നെ നാനാജാതി മതസ്ഥരുൾപ്പെട്ട വലിയ സമൂഹം എത്തിച്ചേർന്നുകൊണ്ട് ഈ ആഘോഷ പരിപാടികൾ നടത്തുക. വൈകിട്ട് 5 മുതൽ ഫാദർ ബസ്കി അടക്കം ചെയ്ത കല്ലറയിൽ പുഷ്പസമർപ്പണം ആരംഭിക്കും. തുടർന്ന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻ വീട്ടിന് സ്വീകരണവും തുടർന്ന് കൃതജ്ഞതാ ബലിയും നടക്കും. 1747 സമ്പാളൂരിൽ ദിവംഗതനായ കോൺസ്റ്റന്റൈൻ ജോസഫ് ബസ്കിയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പസമർപ്പണവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. ജനപ്രതിനിധികൾ, വൈദികർ, മറ്റു പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺസൺ പങ്കെടുത്ത് ആഷ്ലി ഡി റൊസാരിയോ, ഷൈൻ അവരേഷ്, ഐവൻ ലൂയിസ്, ജോമോൻ പിനിഹീറോ, ഷെർവിൻ സിമേതി എന്നിവർ പങ്കെടുത്തു.